ബഹുമാന്യനായ അംഗം ശ്രീ PC വിഷ്ണുനാഥ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ അടിയന്തര പ്രമേയത്തിന്റെ ഒരു കക്ഷി രാഷ്ട്രീയ ഉള്ളടക്കത്തോട് യോജിക്കുന്നില്ലെങ്കിലും അതൊരു ഗൗരവമുള്ള സാമൂഹിക വിപത്തിനെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അത് ഉയർത്തുന്നുണ്ട് എന്ന് കണക്കിലെടുത്താണ് രാവിലെ തന്നെ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് സർക്കാരിന് വേണ്ടി ഞാൻ അറിയിച്ചത്. സാർ, ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വരുന്നു. ആ കണ്ണികൾ നമുക്ക് മുറിക്കാൻ കഴിയണം. കാരണം കൊറിയർ വഴി ലഹരി എത്തുന്നു, ഓൺലൈൻ സൈറ്റുകൾ, ഡാർക്ക് വെബുകൾ, ഇവിടെയെല്ലാം ലഹരിയുടെ വ്യാപാരം നടക്കുകയാണ്. സാർ, അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായും ശാസ്ത്രീയമായും ജാഗ്രതയോടുകൂടിയുള്ള ഒരു പരിശോധനയിലും സർവൈലൻസിലും മാത്രമേ ഇതിന്റെ യഥാർത്ഥ കേന്ദ്രത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അത് കണ്ടെത്തിയില്ലെങ്കിൽ കാര്യമില്ല സാർ. അതുകൊണ്ട് ഇപ്പോ ഈ ലഹരിയുടെ കാരിയർമാരാകുന്നത് ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല, വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക ലാഭമുണ്ട് ഈ കച്ചവടത്തിൽ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ അടക്കം ഇതിന്റെ കാരിയർമാരായി പിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ സർവൈലൻസും പരിശോധനയും ശക്തമാക്കിയെങ്കിൽ മാത്രമേ സാർ നമുക്ക് ഇതിനെ ഫലപ്രദമായി ഇവിടേക്കുള്ള ഈ അതിർത്തി കടന്നു വരുന്ന ഈ ലഹരിയുടെ വരവിനെ തടയാൻ കഴിയുള്ളൂ. സാർ, ഈ MDMA പോലുള്ള ആധുനിക സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ പ്രത്യേകത ഈ ഉപയോഗം കുറഞ്ഞാലും ഇതിന്റെ ലഹരി വളരെ കൂടുതലായിരിക്കും. വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മാതാപിതാക്കൾക്കോ കൂടെയുള്ളവർക്കോ പോലും ഇയാൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിയാതെ വരും. പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു വലിയ മാനസിക ആരോഗ്യ പ്രശ്നമായി മാറുന്ന ഘട്ടത്തിലാണ് നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നത്. പലപ്പോഴും തിരിച്ചറിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കുട്ടികൾ മാറുന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാർ. സാർ, ഇവിടെ ഈ മറ്റ് ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഗന്ധമൊന്നും ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ യുവാക്കൾ തയ്യാറാകുന്നു. പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമായി മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. നേരത്തെയൊക്കെ കഞ്ചാവ് പൊതിയാണെങ്കിൽ ഇന്ന് ഹഷീഷ് ഓയിൽ, MDMA തുടങ്ങിയ മാരകമായ രാസലഹരിയാണ്. അതുപോലെ തന്നെ LSD തുടങ്ങിയ അതിമാരക വസ്തുക്കളുടെ ശേഖരമാണ് ഇന്ന് വളരെ വ്യാപകമായി സുലഭമായി വിദ്യാലയങ്ങളിൽ, കലാലയങ്ങളിൽ, പൊതു ഇടങ്ങളിൽ എല്ലായിടത്തും ഇത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യങ്ങൾ.